ഹായ്, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അതുപോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായോ? നിങ്ങളങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ഒരു എനർജി എന്ന് പറഞ്ഞത് ആ വ്യക്തി എന്തോ ആന്തരികമായിട്ടുള്ള പല ഭയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള പല ഭയങ്ങളായിരിക്കാം. എന്തോ ആ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയുമായിരിക്കാം. എന്നാൽ അത് ലോസ് ചെയ്യാനും പറ്റാത്ത ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ആന്തരികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ ആ വ്യക്തി പോകുന്നുണ്ട്. എന്തായാലും പല ആവശ്യമില്ലാത്തതായ പല ചിന്തകളും കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട്. ഓവറായിട്ടുള്ള ഒരു തിങ്കിങ്ങും കാര്യങ്ങളും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരവസ്ഥയിലൂടെയാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകാനാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സൈഡ് അല്പം കുറവായിട്ടുള്ള ഒരു കെയറിങ്ങും തിങ്കിങ്ങും ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു നിലപാടിലാണ്. അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പം തമ്മിലൊരു മിസ്മാച്ച് ആകുന്നുണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു തിങ്കിങ്ങിലായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് ഒരു തർക്കം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും, അതുപോലെ ആ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കണം ആ വ്യക്തി പല തെറ്റായ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അതേപോലെ ആയിരിക്കില്ല, അതിൻ്റെ ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എന്ന് പറയുമ്പോഴും രണ്ട് വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സ്നേഹം, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ നിങ്ങൾക്കത് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട്. രണ്ടുപേരുടെ അകത്തും നല്ല സ്നേഹം കാണുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്നുള്ളൊരു ധാരണ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നല്ലത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഫ്രണ്ടായിരിക്കാം, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കും, അവരുടെ ഇൻവോൾവ്മെൻറ്റ് ലൈഫിൽ കുറയ്ക്കാനായിട്ട് പരമാവധി ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് റിലേഷൻഷിപ്പ് കടക്കുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ദിശാബോധം കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്താണോ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് എന്നൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഈ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ചെറിയ കാര്യങ്ങളായിട്ട് നിന്നാകാം തുടങ്ങിയത്, അത് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെ ഒരു ബ്ലോക്കേജസ് ഒക്കെ കൊണ്ടുപോയ സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതാണ്, കഴിഞ്ഞ ഒരു കാര്യം പിന്നെ അതിനെ വീണ്ടും അതിലേക്ക് ചെകഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്.
ആ ഒരു കാര്യം അവസാനിച്ചു. ഇനി എങ്ങനെ പുതുതായിട്ട് നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാൻ നിൽക്കാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അത് ഇപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കുകയാണെങ്കിലും വിത്തിൻ 3 to 6 മന്ത്സ് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദിശാബോധം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തൊരു തീരുമാനം ശരിയായിരുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വരും ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, പലപ്പോഴും പല കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വൈകാരികമായിട്ട് നമ്മളൊരു ടോർച്ചറിങ് പോലെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളിടത്ത് മാത്രം റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടൊരു ബിഹേവിയർ കാണിച്ചതുകൊണ്ടോ എല്ലാത്തിനും സൊല്യൂഷൻസ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതീവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അതുപോലെയല്ല നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഇമോഷണൽ തലത്തിൽ പോയിട്ട് ഹേർട്ടായതിൻ്റെ പേരിൽ നമ്മൾ പലതും വിളിച്ച് പറയുന്ന അങ്ങനെ എന്തെങ്കിലും പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒഴിവാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ട ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊരു ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്ങിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.